ഗൈസ്, ഇതിപ്പോ ഇൻട്രോ ആയിട്ട് പറയാനൊന്നുമില്ല. ഞാനപ്പത്തെ പോലെ തന്നെ പഠിക്കുവാണ്. പുതിയ ഭരണസമിതി വന്നേ കൊണ്ട് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുന്ന പരിപാടിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇങ്ങനത്തെ ഒരുപാട് ആളുകളുടെ മുന്നിൽ പോയിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൈകാലം പറിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എക്സ്ട്രോവേർട്ടിന്റെ പീക്ക് ലെവൽ ആയിട്ടുള്ള ഞാൻ മുനിസിപ്പാലിറ്റിന്റെ ഗേറ്റ് ഇങ്ങോട്ട് കടന്നാൽ പിന്നെ ഇൻട്രോവേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ അധികാരമായിട്ടൊന്നും വലിയ കമ്പനി ഇല്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ മിണ്ടുന്നത് ഈ ഒരു ടീമിനോടാണ്. ഉച്ചയപ്പോത്തിന് നമ്മളെ പരസ്പരം പരിചയപ്പെടുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. ഞാനിന്ന് ഫുഡ് എടുത്തിട്ടില്ല, കാരണം ഇന്ന് ഉച്ചക്ക് ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പം വെച്ച് കൂട്ടാൻ വന്നത്. ഈ 10 ബ്ലോക്ക് ഒക്കെ താണ്ടി പോകുമ്പോൾ മനസ്സിലാകും ഒറ്റൊരു വിഷമേ ഉള്ളൂ. അവിടുത്തെ മൊത്തം ചോർത്ത ചിക്കൻ പീസ് ഒക്കെ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ പുതിയ പേരുണ്ടാക്കുന്നതിന്റെ തൊട്ട് തായാട്ടോ ഈ ഒരു ഹൗസ് വാമിംഗ് ഉള്ളത്. അങ്ങനെ അവിടെ പോയി ആ പേരൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബിരിയാണിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതെങ്കിലും മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷം. പക്ഷെ മന്തിയിൽ മച്ചനൈസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് അത്ര സന്തോഷമായില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ബിരിയാണി ഇട്ടേ, അതാവുമ്പോ അച്ചാറ് കൂട്ടി അടിക്കാലോ. കയ്യേക്കാൻ വേണ്ടി പോയപ്പോ നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ ഓണർ അൽഹംദുലില്ലാ ഹൈർ എന്ന് പറഞ്ഞിട്ട് അടക്കുന്നത്. ഇതാണ് ഈ പെരേ കൂടെ നടക്കുന്ന പോരാ. ഇതാണ് ഈ പുറത്തെ കാക്ക, ഇതാണ് ഈ പുറത്തെ താത്ത. അപ്പൊ ഓരോടൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് നേരെ ബാക്ക് ടു മുനിസിപ്പാലിറ്റി. അപ്പൊ ബൈ ഗൈസ്.